ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് നമ്മെ തന്നെ തുറന്നു കൊടുക്കാം. ദൈവം തൻ്റെ വചനത്തിലൂടെ ഈ ദിവസം നമ്മോട് സംസാരിക്കുന്നു. ഓ ദൈവമേ, നിൻ്റെ വചനം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ശിഷ്യന്മാരുടെ മനസ്സിനെ അങ്ങ് തുറന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും വചനമനുസരിച്ച് പ്രവർത്തിക്കുവാനും അങ്ങയുടെ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. വചനമേ എൻ്റെ മിഴികളിൽ, മനസ്സിനെ ദൈവത്തിന്റെ വചനത്തിനായി തുറന്നു കൊടുത്ത് ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വചനമേ എൻ്റെ ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ ദൈവമേ. ഹൃദയത്തെ തുറക്കണമേ യേശുവേ. വചനത്തോടുള്ള തുറവി നൽകി അനുഗ്രഹിക്കണമേ യേശുവേ. ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ യേശുവേ. ഹൃദയങ്ങളെ തുറക്കണമേ യേശുവേ. മനസ്സിനെ ഉണർത്തണമേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം 43 മുതൽ 49 വരെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വാക്യങ്ങളിൽ ഒരു സുന്ദരമായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പീലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് നഥാനിയേലിനെ കൊണ്ടുവരാൻ വേണ്ടി നഥാനിയേലിൻ്റെ സമീപത്തെത്തി നഥാനിയോട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഉടൻ തന്നെ നഥാനിയേൽ വളരെ നിഷേധാത്മകമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്ന് കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഈ നഥാനിയേലിനെ യേശു കണ്ടപ്പോൾ യേശു ഉടൻ തന്നെ അവൻ്റെ കണ്ണുകളിൽ നോക്കി പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്, ഇവൻ നിഷ്കളങ്കനായ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞ് നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ച നഥാനിയേലിൻ്റെ കണ്ണുകളിൽ നോക്കി ഇവൻ നിഷ്കളങ്കനാണെന്നും ഇവൻ നിഷ്കപടനാണെന്നും ഇവൻ യഥാർത്ഥത്തിലുള്ള ഇസ്രായേൽക്കാരനാണെന്നും യേശു പ്രഖ്യാപിച്ചു. നഥാനിയേൽ വലിയ വ്യത്യാസം ഉണ്ടായി. നഥാനിയേൽ ചോദിച്ചു, അങ്ങ് ആരാണ്? നീ എന്നെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഈശോ പറയുകയാണ്, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വചനം പഠിക്കാനായിട്ടിരിക്കുന്ന ഒരിടമാണ് അത്തിമരത്തിൻ്റെ ചുവട്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് യഹൂദ റബിമാർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് തോറ, മോശയുടെ നിയമം പറഞ്ഞു കൊടുക്കുന്നത്. യേശു പറയുകയാണ്, നീ വചനം പഠിക്കാനായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. നിനക്ക് വചനത്തോടുള്ള അഭിനിവേശം ഞാൻ മനസ്സിലാക്കുന്നു. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഥാനിയേലിൽ വലിയ വ്യത്യാസം ഉണ്ടായി. നഥാനിയേൽ പറഞ്ഞു, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ്. നഥാനിയേലിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുക്രിസ്തുവിന് സാധിച്ചത് നഥാനിയേലിനെ കുറിച്ച് യേശുക്രിസ്തു ക്രിയാത്മകമായ
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഒരു വ്യത്യാസം, ഒരഭിഷേകം, ഒരു മാറ്റം, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ പറ്റി പോസിറ്റീവായിട്ട് പറയണം. മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തി പറയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന വ്യക്തികളാണെങ്കിലും അവരിലുള്ള നന്മകളെ കണ്ടെത്തി അത് നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിലൂടെ ഇപ്രകാരം നമ്മളെ പഠിപ്പിച്ചത്: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമ്മളെ കേൾക്കുന്ന വ്യക്തികൾക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുവിൻ എന്ന് പൗലോസ് നമ്മോട് കൽപ്പിക്കുകയാണ്. മോശം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ പറയാൻ നമുക്ക് നല്ല സാമർഥ്യമാണ്. പക്ഷേ സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്, അതല്ല നീ ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് നീ സംസാരിക്കണം. യേശുക്രിസ്തു അതാണ് ചെയ്തത്. നഥാനിയേലിനെ പറ്റി നല്ല കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. നഥാനിയേലിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കി. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതങ്ങളിലും നന്മ കണ്ടെത്തുന്നതിന് പകരം തിന്മ കണ്ടെത്തുകയും തിന്മ പറയുകയും ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതിനൊരു വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ നാവിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുതെന്ന് പൗലോസ് നമ്മളോട് കൽപ്പിക്കുകയാണ്. നന്മയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ പറയാൻ, നന്മയുടെ വാക്കുകൾ സംസാരിക്കാൻ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ പങ്കാളിയുടെയും കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നല്ല കാര്യങ്ങൾ കണ്ടെത്തി അതൊന്ന് പറയാൻ, അതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. പൗലോസ്ലീഹ കൊളോസസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: പിതാക്കന്മാരെ, കുട്ടികളിൽ നിങ്ങൾ പ്രകോപനം ഉളവാക്കരുത്, അവർ നിരുന്മേഷരാകും. പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിരുന്മേഷരാകും. നമ്മുടെ കുട്ടികളോട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഉന്മേഷം ഉണ്ടാകും, അവർക്ക് ഉണർവുണ്ടാകും, അവർ അഭിഷേകം പ്രാപിക്കും. അതുകൊണ്ട് ഈ ഒരു വലിയ കൃപ നമ്മളിൽ ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകും. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന്, ദൈവമേ, ഞാൻ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഒരുപാട് കുറ്റം പറയുകയും അശുദ്ധി പറയുകയും ചെയ്തിട്ടുള്ള നാവുകളാണിത്. ഈ നാവുകൾ കൊണ്ട് നന്മ പറയാൻ, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോസിറ്റീവായുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞ് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടാകാൻ കൃപ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങ് എത്രയോ നല്ലവനാണ്. മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തി അത് പറഞ്ഞവനാണല്ലോ അങ്ങ്. ഈശോയെ, നഥാനിയേലിനെ പറ്റി അങ്ങ് പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ നഥാനിയേലിൽ വലിയ വ്യത്യാസമുണ്ടായതുപോലെ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരിൽ പോലും നന്മ കണ്ടെത്തി അത് പറയാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അധരങ്ങളെ നിന്റെ രക്തം കൊണ്ട് നീ കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുച്ചോര കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നന്മ പറയാൻ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയാൻ വലിയ അഭിഷേകവും കൃപ ഞങ്ങൾക്ക് നൽകണമേ. വലിയ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ ദൈവമക്കൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, അധരങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പുതിയൊരു ചൈതന്യം, ഒരു ശൈലി, ജീവിത ശൈലി, സംസാര ശൈലി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങൊന്ന് പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. കഴുകണമേ. കാൽവരി മലയിലെ രക്തം നമ്മുടെ അധരങ്ങളിലേക്ക് നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ നീ കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ വാക്കുകൾ പറയാതെ നന്മയുടെ വാക്കുകൾ പറയാനുള്ള അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, നാവിനെ കഴുകണമേ, സംസാര രീതിയെ കഴുകണമേ. കഴുകണമേ യേശുവേ. ഹൃദയങ്ങളെ കഴുകണം.
നൽകണമേ. പുതിയൊരു ചൈതന്യം, സംസാര ശൈലി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, നൽകണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിത്യാത്മാവാൽ നിറയ്ക്കണമേ, 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 അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, അധരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. Praise the Lord. Hallelujah, Maranatha. ഏകദിന വിടുതൽ കൺവെൻഷൻ അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 വരെ വിശുദ്ധ കുരിശിന്റെ വിടുതൽ ശുശ്രൂഷ, വചനപ്രഘോഷണം, അടിസ്ഥാനപരമായ വിളിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ശാപവിടുതൽ ശുശ്രൂഷ, പൈശാചിക പീഡകളെ തകർത്തുകൊണ്ടുള്ള പ്രാർത്ഥന, രോഗശാന്തി ആരാധന, വിശുദ്ധ കുർബാന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു.